ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ഡോക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് സങ്കീർത്തനങ്ങൾ 119 41 തൊട്ട് 48 വരെ വായിക്കാം. യഹോവേ, നിൻ്റെ വചനപ്രകാരം നിൻ്റെ ദയയും നിൻ്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ എൻ്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്നും നീക്കിക്കളയരുത്. അങ്ങനെ ഞാൻ നിൻ്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിൻ്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞാൻ നിൻ്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിൻ്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിൻ്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. 42 വാക്യം ഒന്ന് വായിക്കാം. ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് എന്നെ നിന്ദിക്കുന്നവരുടെ ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും. വചനത്തിൽ ആശ്രയിക്കുന്ന അനുഭവം. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനത്തിലാണ് സങ്കീർത്തനക്കാരൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ അവൻ പ്രാപ്തനാകും. വചനമാകുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം. നിൻ്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. അവൻ്റെ വചനം സത്യമാണ്. 43 വാക്യം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യോഹന്നാൻ 8:32. അനുസരണം കേട് സ്വാതന്ത്ര്യമാണെന്ന് തോന്നിയേക്കാം, പക്ഷേ അത് അടിമത്തമാണ്. 2 പത്രോസ് 2:19. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോറ്റിരിക്കുന്നുവോ അതിനെ അടിമപ്പെട്ടിരിക്കുന്നു. ദൈവം അതിനനുസരിച്ചാൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. നിയമവും സ്വാതന്ത്ര്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഗതാഗത നിയമം പാലിച്ചാൽ അപകടം കൂടാതെ ഇരിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിയമമുണ്ട്. അത് പാലിച്ചാൽ സമാധാനമായി ജീവിക്കാം. ഞാൻ എന്നെ തന്നെ ദൈവഹിതത്തിന് കീഴ്പ്പെടുത്തിയാൽ ഞാൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി കയറി. ദൈവഹിതത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. പിന്നെ നാമും ദൈവവുമായുള്ള യാത്ര സുഗമമായിരിക്കും. 47 വാക്യം. ഞാൻ നിൻ്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു, അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിൻ്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിൻ്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. സങ്കീർത്തനക്കാരൻ്റെ അനുഭവമാണിത്. നമ്മളുടെയും അനുഭവം അതായിരിക്കട്ടെ. കൽപ്പനകളിൽ പ്രമോദിക്കുന്ന കാരണം അത് എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിൻ്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിൻ്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. വചനം രാവും പകലും ധ്യാനിച്ചുകൊണ്ട് ജീവിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കൽപ്പനകൾ പ്രമോദിച്ച് അവ നമുക്ക് പ്രിയമായിട്ട് അയക്കുമ്പോൾ നമ്മൾ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും അവൻ്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് സാധിക്കും. നിൻ്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഈ പ്രമാണങ്ങളും ചട്ടങ്ങളുമൊക്കെ നാം വച്ചിരിക്കുന്നത് അത് ജീവിതത്തിന് അത് പ്രാബല്യമാക്കുമ്പോൾ അത് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് നിയമങ്ങൾ തന്നിരിക്കുന്നത്. നിയമങ്ങൾ പാലിക്കുവാണെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുപോലെ ദൈവിക നിയമങ്ങളും പാലിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ കൽപ്പനകൾ പാലിക്കുവാണെങ്കിൽ നമുക്കത് പ്രിയമായി തീരും. ആ പ്രിയമായിരിക്കുന്ന കൽപ്പനകളിൽ രസിച്ചുകൊണ്ട് അതിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസം ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരെങ്കിലും വചനം കേൾക്കുന്ന ആരെങ്കിലും ഈ സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം എന്ന് ഘോഷിച്ചുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ.
ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.